നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഏപ്രിൽ 7. അപ്പം നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ പേജിലും അതുപോലെ ഓപ്പൺ പേജിലും കുറെ അധികം ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ UPSC പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആ ആർട്ടിക്കിൾസ് ഇതൊക്കെയായിരുന്നു: ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഇസ് ദ പില്ലേഴ്സ് ഓഫ് ഹെൽത്ത് ഇന്ത്യ, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ്, ബിൽഡിംഗ് റെസിലിയൻസ്, പ്രിസ്ക്രൈബ് പ്രിവെന്റീവ് മെഡിസിൻ ഫോർ എ ഹെൽത്തി ഇന്ത്യ. നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് ആർട്ടിക്കിളിൽ സാനിറ്റേഷനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതിനകത്ത് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. സ്വച്ഛ് ഭാരത് മിഷൻ നമുക്കറിയാം 2014 ലോഞ്ച് ചെയ്ത ഒരു മിഷൻ ആയിരുന്നു. അതിന്റെ എയിം എന്തായിരുന്നു? ഇന്ത്യയെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ODF എന്നൊരു സ്റ്റാറ്റസ് കൊണ്ടുവരിക ഇന്ത്യക്ക്. അതായിരുന്നു നമ്മുടെ SPMന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യ നമ്മളത് ODF ഡിക്ലെയർ ചെയ്തു. ODF ആയിട്ട് 2019 SDG ടാർഗറ്റിനൊക്കെ ഒട്ടേറെ മുൻപിലാണ് നമ്മളിപ്പം ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ നേടിയ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ അധികം ഡയറിയൽ ഡെത്ത് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചൈൽഡ് വേസ്റ്റിംഗ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ചൈൽഡ് വേസ്റ്റിംഗ് ഒരു ഇഷ്യൂ ആണെന്ന് നമുക്കറിയാം. അത് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്ന വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരു ആസ്പെക്ട്. പിന്നെ വിമന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ആൻഡ് ഫാമിലീസ് സേവ്ഡ് ഓൺ ഹെൽത്ത് കെയർ കോസ്റ്റ്. Groundwater contamination decreased significantly. That's another milestone. സോ ഇതുകൂടാതെ അടുത്ത ഒരു സ്കീമിനെ കുറിച്ചും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ JJM എന്ന് പറയുന്നത്, ജൽ ജീവൻ മിഷൻ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കീം ഫോർ UPSC. വാട്ടർ ഫോർ ഓൾ എന്ന് നമുക്ക് ജൽജീവനെ ചുരുക്കി വിളിക്കാം. അതിന്റെ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ വാട്ടർ ഫോർ ഓൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന വർഷം ഓർത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ 2019 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ജൽജീവൻ മിഷന്റെ എയിം നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലും എന്താണ് ശുദ്ധജലം എത്തിക്കുക, അല്ലെങ്കിൽ പ്രൊവൈഡ് ടാപ്പ് വാട്ടർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ്. ദിസ് ഈസ് മോർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇറ്റ്സ് എ ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. നമുക്ക് ഇതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ അറിയാം ഇതെന്താണ് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ആണെന്ന്. ഇറ്റ് കുഡ് പ്രിവെന്റ് ഡയറിയൽ ഡെത്ത്സ് ആൻഡ് സേവ് വിമൻസ് ടൈം. സാധാരണ എന്താണ് വിമൻ റൂറൽ ഏരിയാസിലൊക്കെ സ്ത്രീകൾ എന്താണ് ഈ കുടിവെള്ളം എടുക്കാൻ വേണ്ടി കുറെ അധികം ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതൊരു വിമന്റെ മേൽ കൊടുക്കുന്ന ബർഡൻ ഒക്കെ കുറയ്ക്കാനാണ് ടിപ്പിക്കലി ഈ ഒരു സ്കീം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു പാർട്ട് ഓഫ് വിമൻ എംപവർമെന്റ് കൂടെയാണ്. ഓക്കെ, അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ അഗ്രികൾച്ചർ ഹാസ് ഇൻക്രീസ്ഡ്. അത് അതിന്റെ വേറൊരു വശമായിട്ട് കണക്കാക്കുക, പോസിറ്റീവ് വശമായിട്ട് കണക്കാക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെല്ലാം കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഇന്റഗ്രേറ്റഡ് വാഷ് ക്യാമ്പയിൻ നമുക്ക് പറയാൻ സാധിക്കും. സുജൽ ആൻഡ് സ്വച്ഛ് ഗവൺ ക്യാമ്പയിൻ കമ്പൈൻസ് വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. അതാണ് വാഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ അറ്റ് ദ വില്ലേജ് ലെവൽ. ആയിരക്കണക്കിന് വില്ലേജുകൾ ഇപ്പം സ്വച്ഛ് സുജലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിലേക്ക് നയിക്കും? ദിസ് ഹാസ് റെഡ്യൂസ്ഡ് ഹെൽത്ത് കെയർ കോസ്റ്റ് ആൻഡ് ബിൽഡ് എ പ്രിവെന്റീവ് ഹെൽത്ത് സിസ്റ്റം. അപ്പൊ ഇതിലേക്കൊക്കെ പ്രിവെന്റീവ് ഹെൽത്ത് സിസ്റ്റത്തിലേക്കൊക്കെ നയിക്കാൻ ഇത് സഹായിക്കും. ഇനി അടുത്തത് വിമന്റെ റോള് നമ്മൾ പറയേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. വിമൻ ലീഡേഴ്സ് ഓഫ് ചേഞ്ച്. ഇതിലൊരു ക്വോട്ട് പറയുന്നുണ്ട്, ഓവർ 2.48 മില്യൺ വിമൻ ട്രെയിൻഡ് ആസ് വാട്ടർ ടെസ്റ്റേഴ്സ്. അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ ഉണ്ടാക്കുന്നത്. അവർക്ക് കുറെ അധികം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കും ഇതിലൂടെ. വിമൻ ലെഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് മാനേജ് സാനിറ്റേഷൻ അസറ്റ്സ് ആൻഡ് റീസൈക്ലിംഗ് സെന്റേഴ്സ്. ഈ SHGs അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്നത്. എത്രത്തോളം വിമനെ എംപവർ ചെയ്തു കുടുംബശ്രീ എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. UPSCയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ടോപ്പിക്സും കൂടെയാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ദിസ് എംപവേഴ്സ് വിമൻ ആസ് ഓണ്ടർപ്രന്യൂഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്. സ്ത്രീകൾ എന്തായി മാറാൻ തുടങ്ങി? ഓണ്ടർപ്രന്യൂഴ്സ് ഒക്കെ ആയി മാറാൻ തുടങ്ങി. അതിനൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? മുദ്ര ലോൺസ് ഒക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ? അവർക്ക് പുതിയ സ്വയം സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി ഇങ്ങനത്തെ ലോണൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് എന്താ? വിമനെ ലീഡേഴ്സ് ഓഫ് ചേഞ്ച് ആയിട്ട് മാറി. വിമൻ കുറെ അധികം വിമനെ എന്തായി വാട്ടർ ടെസ്റ്റേഴ്സ് ആയിട്ട് ട്രെയിൻ ചെയ്തു. അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഈ ആർട്ടിക്കിളിൽ കണ്ടത്. ഇനി അടുത്തത് ഇപ്പോഴത്തെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് നോക്കാം. 2024 ഓവർ 80% ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ്സ് ഹാവ് ടാപ്പ് വാട്ടർ. ഇത് ഒരു GS ഒക്കെ ആൻസേഴ്സ് എഴുതുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ട് നമുക്ക് മനസ്സിൽ വെക്കാവുന്നതാണ്. 80% റൂറൽ ഹൗസ് ഹോൾഡ്സ് എന്തുണ്ട്? ടാപ്പ് വാട്ടർ ഉണ്ട്. പിന്നെ അതുപോലെ 96% ഓഫ് വില്ലേജസ് എന്താണ് ODF പ്ലസ് ആയിട്ട്
ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 5.07 lakh villages have solid waste systems. 5.23 lakh villages have liquid waste systems. ഈ ഒരു മോഡൽ, ഇന്ത്യയുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഗ്ലോബൽ സൗത്തിന് തന്നെ. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു രണ്ട് ഫാക്ട്, അതായത് 80% ഓഫ് over 80% of rural households have tap water എന്നുള്ള ഫാക്ടും 96% ഓഫ് വില്ലേജസ് ആർ ODF പ്ലസ് എന്ന് പറയുന്ന ഫാക്ടും ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ആൻസർ എഴുതുമ്പോൾ വളരെ അത് നമുക്ക് മാർക്ക് ഫിഷിംഗ് ആയിരിക്കും. ഇനി കുറച്ച് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ചാലഞ്ചസ്. ആയുഷ്മാൻ ഭാരത് ആണ് പ്രൈമറി ആയിട്ട് ഇത് പറയുന്നത്. ആയുഷ്മാൻ ഭാരത് ഓർ PMJAY, PM Jan Arogya Yojana offers financial protection to over 500 million people. That's a huge achievement. Health and wellness centers improve primary care. അപ്പൊ നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ എത്ര നന്നായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂറൽ ഹെൽത്ത് കെയറിൽ അവര് എന്തായാലും നല്ല ഒരു പ്രൊമൈസിംഗ് ആയിട്ടുള്ള റോളാണ് അവർ പ്ലേ ചെയ്യുന്നത്. നമുക്കറിയാം. ചലഞ്ചസ് ഉണ്ട് സ്റ്റിൽ. ഏതൊക്കെയാണ് ചലഞ്ചസ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജുകളുണ്ട്, പുവർ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, രോഗനിർണയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് അതിലൊക്കെ കുറച്ച് പരായകളൊക്കെ ഉണ്ട്. ആൻഡ് അർബൻ റൂറൽ ഡിസ്പാരിറ്റി ഉണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് എന്താ ചലഞ്ചസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ഹെൽത്ത് കെയറിനെ കൂടുതൽ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. സ്ട്രെങ്തൻ ടയർ 2 ഓർ ടയർ 3 സിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ടെലിമെഡിസിൻ. അപ്പം ടയർ 2 അല്ലെങ്കിൽ ടയർ 3 സിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താ ടെലിമെഡിസിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഇന്നത്തെ കാലത്ത് ടെലിമെഡിസിൻസ് ഒക്കെ ഇപ്പം ഗവൺമെന്റ് തന്നെ സഞ്ജീവനി എന്ന് പറയുന്ന പോർട്ടലൊക്കെ വളരെ നന്നായിട്ട് ടെലിമെഡിസിൻ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസേഴ്സ് കൊണ്ടുവരാം. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് അല്ല, ചലഞ്ചസ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ ഗവൺമെന്റിന്റെ ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത് സ്കീം പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കുറെ അധികം മുന്നേറ്റങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് ഹെൽത്ത് സെക്ടറിൽ. സോ അതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അടുത്തത് അഡ്രസ്സിംഗ് ഡിസീസ് ബർഡൻ എന്നൊരു ടോപ്പിക്കാണ് ഇതിൽ പറഞ്ഞത്. ഇന്ത്യ ഫേസസ് ഇൻഫെക്ഷ്യസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, NCDs എന്ന് പറയും, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് പകരുന്നില്ലാത്ത രോഗങ്ങളുണ്ടല്ലോ, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ. അപ്പം സമ്പർക്കം കൊണ്ടൊന്നും അത് പകരില്ല. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കോസ് 65% ഓഫ് ഡെത്ത്സ്. 101 million Indians have diabetes. അതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളൊക്കെ. 101 million ഇന്ത്യൻസിന് ഡയബറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. എയർ പൊല്യൂഷൻ കോസ്റ്റ് 1.6 million deaths in 2019. ഗവൺമെന്റ് എഫേർട്സ് ഇൻക്ലൂഡ് പോഷൻ അഭിയാൻ ആൻഡ് ICDS. ICDS എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഒക്കെയാണ്. പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മിഡ് ഡേ മീൽ സ്കീമിന്റെ ഒക്കെ ഒരു പോഷക സ്കീമാണ് ഈ പോഷൻ അഭിയാൻ എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ ഗവൺമെന്റിന്റെ എഫേർട്സ് ആയിരുന്നു നമ്മുടെ ഇവിടെ കുട്ടികളുടെയൊക്കെ ഡെവലപ്മെന്റ് കൂട്ടിയതിനും അവരുടെ ന്യൂട്രീഷൻ ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലും മെറ്റേണൽ കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെ ഈ പറയുന്ന സ്കീംസ് ഒക്കെ ഒത്തിരിയധികം മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. നീഡ് ബെറ്റർ ഡാറ്റ ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എപ്പോഴും നമ്മളൊരു വേ ഫോർവേഡ് ആയിട്ട് പറയണം. സോ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു മേജർ തീം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ആക്സസ് ഹെൽത്ത് കെയറിൽ ആവശ്യമാണ്. അത് ഇന്ത്യയെ പോലുള്ള ഒരു വിശ്വഗുരു എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു രാജ്യം ഹെൽത്ത് ഫോർ ഓൾ പോലുള്ള ആസ്പെക്ട്സിന് കൂടുതൽ ത്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഒരു ഡെവലപ്മെന്റ് ആകുമ്പോൾ ഇക്വിറ്റബിൾ ആയിരിക്കണം. ആ ഒരു ആസ്പെക്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് ഫോർ ഓൾ. India must treat health as a strategic investment, not just a social service. Success depends on a cohesive, well-funded system rooted in equity, innovation, and resilience. By fostering collaboration, India can achieve health for all. Okay. അടുത്ത ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ ആയിട്ട് ആദ്യം ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. സെക്യൂറിംഗ് ഇന്ത്യാസ് ഹെൽത്ത് ആൻഡ് എക്കണോമിക് ഫ്യൂച്ചർ. ഇന്ത്യ ഒരു $5 trillion എക്കോണമി ആവാനൊക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു എയിം ചെയ്യുന്ന കൺട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്താണ് നമുക്കിപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ കൂടുന്നത് ഒരു മേജർ ത്രെട്ട് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രിവെന്റീവ് അപ്രോച്ച് അതുകൊണ്ട് തന്നെ എന്താണ് ആവശ്യമാണ്. എംഫസൈസിങ് ഏർലി ആക്ഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഈസ് വൈറ്റൽ ഫോർ നാഷണൽ വെൽബീങ് ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി. അപ്പൊ രാജ്യത്ത് ഒരു വെൽബീങ് ഉണ്ടാവാനും അതുപോലെ ഒരു എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാകാനും എന്താണ് ഒരു പ്രിവെന്റീവ് അപ്രോച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് ആൻഡ് ഹെൽത്ത് ബർഡൻ ഓഫ് നോൺ
കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചാണ്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്നൊക്കെയാണ്. നമുക്കറിയാം സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇതിലൊരു ഫാക്ടറാണ്. പുവർ ഡയറ്റ് അതൊരു വേറൊരു ഫാക്ടറാണ്. പിന്നെ ടൊബാക്കോ ഓർ ആൽക്കഹോൾ യൂസ്, പൊല്യൂഷൻ ആൻഡ് ജെനറ്റിക്സ് ആർ മേജർ NCD contributors. Most NCDs are preventable. എല്ലാ NCDസും പൊതുവെ എന്താണ് പ്രിവെന്റബിൾ ആണ്. Regular physical activity, balanced diet, low in sugar, salt, and unhealthy fats, tackling obesity and pollution control are crucial. ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ സ്ക്രീനിങ്. ഏർലി സ്ക്രീനിങ് നമുക്ക് എന്താണ് ആവശ്യകതയാണ്. സ്ക്രീനിങ് ഒരു 40 വയസ്സ് കഴിയുമ്പോഴാണ് 40 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയും ചെക്കപ്പ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിങ്സ് ഒക്കെ നേരത്തെ തന്നെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ലിവറേജിങ് ടെക്നോളജി ആൻഡ് AI. ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇപ്പോൾ ഒരു GS3 ടോപ്പിക്കായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. എങ്ങനെയാണ് ഒരു ടെക്നോളജി ഹെൽത്തിനെ ബാധിക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഹെൽത്തിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓവർ 750 million സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഓഫർ എ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡിജിറ്റൽ ഹെൽത്ത് അവയർനെസ്. വെയറബിൾസ്, അതിൽ തന്നെ വെയറബിൾസ് കൊണ്ട് നമുക്ക് കയ്യിലൊക്കെ നമ്മൾ അറിയാം സ്മാർട്ട് വാച്ചസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതെന്താണ്, നമുക്കൊരു റിയൽ ടൈം ഹെൽത്ത് ഡാറ്റ ഒക്കെ നമുക്ക് കിട്ടും. നമുക്കറിയാം BP ഒക്കെ ഇതിൽ കാണാൻ സാധിക്കും സ്മാർട്ട് വാച്ചസിലൊക്കെ. സോ ദേ ക്യാൻ മോണിറ്റർ ഹെൽത്ത് ഇൻ റിയൽ ടൈം. പിന്നെ അതുപോലെ AI ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്കറിയാം ഹെൽത്ത് സെക്ടറിലൊക്കെ. ഡിസീസ് റിസ്ക് ഒക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ നേരത്തെ തന്നെ സഹായിക്കും. ആൻഡ് ഹെൽത്ത് റിസ്ക് സ്കോർ, അങ്ങനെയുള്ള ഹെൽത്ത് റിസ്ക് സ്കോർ ഒക്കെ ഉണ്ട്. എത്രത്തോളം ഒരാള് ഹെൽത്ത് റിസ്ക് ഉണ്ട് ഒരാൾക്ക്, അതൊക്കെ നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ AI കൊണ്ട് തന്നെ എന്താണ് ഏർലി സയൻസ് ഒക്കെ നമുക്ക് ഓരോ രോഗങ്ങളിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. സ്കാനിങ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ഡേ ടു ഡേ ലൈഫിൽ. സോ they are examples of how the technology leveraged in health sector. Okay, ഇനി വേണ്ട കാര്യമാണ് ഇതിനകത്ത് പറയുന്നത് ഷിഫ്റ്റിംഗ് ടു എ പ്രിവെന്റീവ് മൈൻഡ് സെറ്റ്. പ്രിവെൻഷൻ ഈസ് എ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, നോട്ട് ജസ്റ്റ് എ സർവീസ്. Individuals, institutions and policy makers must prioritize health. അപ്പം എല്ലാവരും, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, പോളിസി മേക്കേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ് ഹെൽത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം. ദിസ് ഇൻക്ലൂഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, കോർപ്പറേറ്റ് വെൽനസ് പ്രോഗ്രാംസ് ആൻഡ് ഷിഫ്റ്റ് ഇൻ ഹെൽത്ത് കെയർ ഫ്രം ട്രീറ്റ്മെന്റ് ടു പ്രിവെൻഷൻ ഫസ്റ്റ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചെസ്സിന്റെ ഒളിമ്പിയാഡിന്റെ സമയത്തൊക്കെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഒരു ബീച്ചിലൂടെ രാവിലെ നടക്കാൻ പോകുന്ന ഒരു വീഡിയോസ് ഒക്കെ വൈറലായിരുന്നു. ആ സമയത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ചൊക്കെ ഒത്തിരി ഡിബേറ്റ്സ് ഉണ്ടായി. വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനുണ്ടായി, ബീച്ച് വോക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ വളരെയധികം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഒരു നാഷണൽ ലെവലിൽ അത് പ്രൊജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ ഫിഗേഴ്സിനൊക്കെ എങ്ങനെയാണ് അത് ആളുകൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ആ സമയത്തൊക്കെ എന്താണ് ആളുകൾ കുറേയധികം ഹെൽത്ത് ക്യാമ്പയിൻസ് ഒക്കെ, ഇപ്പം ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിക്ക് ഫിറ്റ്നസിന് കുറെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പം പല ജില്ലാ കളക്ടർമാരുൾപ്പെടെ ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് കുറച്ച് നാൾ മുൻപേ ഞാൻ ഒരു പത്തനംതിട്ട കളക്ടറുടെ വീഡിയോ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. സോ ഇതൊക്കെ ഒരു ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്ത് ആരൊക്കെ ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഫിറ്റ്നസ് ചലഞ്ചിൽ ലൈക്ക് ചലഞ്ചസ് ഒക്കെ കളക്ടേഴ്സ് ഉൾപ്പെടെ അത് പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ ഒരു പോസിറ്റീവ് പ്രിവെന്റീവ് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഈ ഗവൺമെന്റ് പോളിസീസ് ആണ് പ്രിവെൻഷന് വേണ്ടിയുള്ള എന്തൊക്കെ പോളിസീസ് ആണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് NCDs ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ആർ കീ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് NCDs എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാംസിലൂടെ ഗവൺമെന്റ് എയിം ചെയ്യുന്നത് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ പ്രിവെൻഷൻ ഒക്കെ തന്നെയാണ്. പോളിസീസ് എന്താണ്, കൂടുതൽ അർബൻ ഗ്രീൻ സ്പേസസ് കൊണ്ടുവരിക, ആളുകൾക്ക് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ പോകാനൊക്കെ അവരെ പ്രേരിപ്പിക്കുക, ആ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. നമുക്കറിയാം മിക്ക സിറ്റീസിലൊക്കെ നമ്മൾ എന്താണ് മിയാവാക്കി ഫോറസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അത് എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഒരു വശത്തുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ് ഈ അർബൻ ഗ്രീൻ സ്പേസസ് ഒക്കെ കൂട്ടുന്നതിലൂടെ എന്താണ് ഈ പറയുന്ന ആ ഒരു
ഫിസിക്കൽ ആയിക്കോട്ടെ, മെന്റൽ ഫിറ്റ്നസ് ആയിക്കോട്ടെ, മെന്റൽ ഫിറ്റ്നസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് ഗ്രീൻ സ്പേസസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പം അർബൻ സിറ്റീസിലൊക്കെ നമുക്ക് ഗ്രീൻ സ്പേസസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിസ്സാരം പോയാൽ കൊച്ചിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാംഗ്ലൂർ പോലുള്ള വലിയ സിറ്റീസിൽ പോലും അവര് ഒരു ഗ്രീൻ സ്പേസിന് പ്രൊമൻസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ പല ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്, വെർട്ടിക്കലി അവർ വെർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ അവർ പ്ലാൻ ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പം കൊച്ചിയിലൊക്കെ പോയാൽ നമുക്ക് വലിയ ബിൽഡിങ്സിലൊക്കെ ഫുള്ള് ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന കുറെ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. ഇനി ആസ് എ കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കളക്റ്റീവ് അപ്രോച്ച് നമുക്ക് ആവശ്യമാണ്. ഇന്ത്യയുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എതിരെയുള്ള ആ ഒരു ഫൈറ്റിൽ ഒരു കളക്റ്റീവ് അപ്രോച്ച് ആവശ്യമാണ്. കളക്റ്റീവ് പ്രിവെന്റീവ് അപ്രോച്ച്, ഏർലി ആക്ഷൻ, പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് വെൽനസ്, ടെക് ഇന്റഗ്രേഷൻ ആൻഡ് പ്രോആക്റ്റീവ് പബ്ലിക് പോളിസി ആർ എസെൻഷ്യൽ. A health first culture can secure national health and economic prosperity. അപ്പോൾ ഒരു ഹെൽത്ത് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. വർക്ക് ഫസ്റ്റ് മാറി ഒരു ഹെൽത്ത് ഫസ്റ്റ് കൾച്ചർ, അത് ഹെൽത്തിന് പ്രയോറിറ്റി കൊണ്ടുവരേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വേൾഡ് ഹെൽത്ത് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ടു ബി റെഡ് നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള വാർത്തകളും എല്ലാവരും ഒന്ന് വായിക്കുക. എല്ലാവരും ഹെൽത്തിയർ ആയിട്ടിരിക്കുക. ഒരു ഈ വായന കാര്യങ്ങളൊന്നും ഒരു ബർഡൻ ആയിട്ട് കാണാതെ, അല്ലെങ്കിൽ ഈ ഒരു പഠനം എന്ന് പറയുന്നത് കൂടുതൽ എൻജോയബിൾ ആയിട്ട് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുക, നമ്മളെല്ലാം ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.